ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം ധ്യാനിക്കുന്നുണ്ട്: അവൻ്റെ ശബ്ദങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഉദ്ധിതനായ യേശുനാഥൻ തൻ്റെ മഹത്വവൽക്കരിക്കപ്പെട്ട ശരീരത്തിൽ തിരുമുറിവുകൾ അവശേഷിപ്പിച്ചിട്ടുള്ളത്? തൻ്റെ ഏകജാതനെ ബലിയായി നൽകിക്കൊണ്ട് ലോകത്തെയും നമ്മെയും വീണ്ടെടുത്ത പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സാക്ഷ്യപത്രങ്ങളാണ് ഈശോയുടെ തിരുശരീരത്തിൽ അവശേഷിച്ചിട്ടുള്ള ഈ തിരുമുറിവുകൾ. ദൈവസ്നേഹത്താൽ ജ്വലിച്ച് ആഴമേറിയ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും ഈശോയുമായി ഗാഢബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ചില വ്യക്തികൾക്ക് ആത്മീയ സമ്മാനമായി ഈ പഞ്ചക്ഷതങ്ങൾ ഈശോ സമ്മാനിക്കാറുണ്ട്. കാരിരുമ്പാണികളാൽ ഈശോയുടെ കൈകാലുകളിലുണ്ടായ തിരുമുറിവുകൾ, മുൾമുടിയാൽ ഈശോയുടെ ശിരസിലുണ്ടായ മുറിവ്, കുന്തത്താൽ കുത്തപ്പെട്ട് ഈശോയുടെ വിലാപ്പുറത്ത് ഉണ്ടായിട്ടുള്ള തിരുമുറിവ്, ചമ്മട്ടിയാൽ അടിക്കപ്പെട്ട് ഈശോയുടെ ശരീരത്തിലുണ്ടായ മുറിവ്, ഈ 5 മുറിവുകളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഈ പഞ്ചക്ഷതങ്ങൾ ഒരുമിച്ചോ വ്യക്തികളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് നിശ്ചിത കാലയളവിലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിത അവസാനം വരെയോ അവരുടെ ശരീരത്തിൽ നിലനിൽക്കുന്നതായിരിക്കും. പഞ്ചക്ഷതധാരികളായ വ്യക്തികളുടെ ഈ മുറിവുകൾ എല്ലാവർക്കും തന്നെ ദൃശ്യമാവണമെന്നില്ല. എന്നാൽ പഞ്ചക്ഷതധാരികളായ ഓരോ വ്യക്തികളും ഈശോ കടന്നുപോയതിന് സമാനമായ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോകുന്നവരായിരിക്കും. എന്തിനേയും ഏതിനേയും കുറ്റപ്പെടുത്തുകയും സംശയിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഇത് മനുഷ്യ മനസ്സിൻ്റെ സൃഷ്ടിയാണെന്നും കൃത്രിമമായി രൂപപ്പെടുത്തിയതാണെന്നൊക്കെ ആരോപിക്കാറുണ്ട്. എന്നാൽ കണിശമായ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ പഞ്ചക്ഷതങ്ങളുടെ ഉത്ഭവം പ്രകൃതിദത്തമോ മാനുഷികമോ അല്ല, ദൈവികമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് സഭ ഒരു വ്യക്തിയെ പഞ്ചക്ഷതധാരിയായി പ്രഖ്യാപിക്കുകയുള്ളൂ. പഞ്ചക്ഷതധാരികളായ ചില വിശുദ്ധരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുക. ആദ്യത്തെ പഞ്ചക്ഷതധാരിയായി സഭ കണക്കാക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെയാണ്. 1224 സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനം ഫ്രാൻസിസിന് ക്രൂശിതനായ ഈശോ തന്നെ ആലിംഗനം ചെയ്യുന്നതിന് സമാനമായ അനുഭവമുണ്ടായി. വളരെയധികം കാലം ഈശോയുടെ പീഡാസഹനത്തിൽ പങ്കുചേരുന്നതിനുള്ള കൃപയ്ക്കായിട്ട് ഫ്രാൻസിസ് തീവ്രമായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ആ ദിനം ഈശോയുടെ തിരുമുറിവുകൾ ഫ്രാൻസിസിൻ്റെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഈ തിരുമുറിവുകൾ തൻ്റെ സഹോദരിൽ നിന്ന് മറച്ചുവയ്ക്കാൻ ഫ്രാൻസിസ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അധികം കാലം അദ്ദേഹത്തിന് ഈ തിരുമുറിവുകൾ മറച്ചുവയ്ക്കാൻ സാധിച്ചില്ല. ഈശോയുടെ പീഡാസഹനത്തിൽ പങ്കുചേരുന്നതിന് തനിക്ക് ലഭിച്ച വലിയ കൃപ, വലിയ ആത്മീയ സന്തോഷത്തോടുകൂടിയാണ് ഫ്രാൻസിസ് സ്വീകരിക്കുക. ഈശോയുടെ പഞ്ചക്ഷതം ലഭിച്ച മറ്റൊരു വിശുദ്ധ സിയന്നയിലെ വിശുദ്ധ കത്രീനയാണ്. 1378 ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം കത്രീന പുണ്യവതി ആഴമേറിയ ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. തുടർന്ന് കത്രീന പുണ്യവതിക്ക് ഒരു ദർശനം ഉണ്ടാകുന്നുണ്ട്. ഈശോയുടെ കുരിശിൽ നിന്ന് ചെമ്മന്ന രശ്മികൾ തൻ്റെ ശരീരത്തിലേക്ക് പതിക്കുകയാണ്. ആ നിമിഷം മുതൽ പഞ്ചക്ഷതങ്ങൾ കത്രീന പുണ്യവതിക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ കത്രീന പുണ്യവതിക്കുണ്ടായ പഞ്ചക്ഷതം മരണം വരെ പുണ്യവതിക്ക് മാത്രമേ ദർശിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. കത്രീന പുണ്യവതിയുടെ മരണശേഷമാണ് മറ്റുള്ളവർക്ക് അത് ദർശിക്കാനായത്. പഞ്ചക്ഷതങ്ങൾ ലഭിച്ച സമകാലികനായ ഒരു വിശുദ്ധൻ അത് വിശുദ്ധ പാദ്രെ പിയോയാണ്. 1968 സെപ്റ്റംബർ 20 അദ്ദേഹത്തിന് പഞ്ചക്ഷതങ്ങൾ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പഞ്ചക്ഷതങ്ങളിൽ നിന്ന് നിരന്തരം രക്തം നിർഗളിച്ചിരുന്നു. എന്നാൽ ഈ മുറിവുകൾ പഴുക്കുകയോ അല്ലെങ്കിൽ ആ മുറിവുകളിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയോ ചെയ്തിരുന്നില്ല. മറിച്ച് പനിനീർപ്പൂവിന് സമാനമായ സുഗന്ധമാണ് ഈ മുറിവുകളിൽ നിന്ന് പ്രവഹിച്ചത്. ഈ പഞ്ചക്ഷതങ്ങൾ ലഭിച്ചതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഈശോയ്ക്ക് ദുഃഖവെള്ളിയാഴ്ച ഉണ്ടായ പീഡാസഹനത്തിൻ്റെ ആഴങ്ങൾ, അതോടൊപ്പം തന്നെ കാൽവരിയിൽ ഈശോയ്ക്ക് പീഡാസഹനം നൽകിയവർ നിമിത്തമുണ്ടായ വേദന, അതുപോലെ പാപകരമായ ജീവിതത്തിലൂടെ ഈശോയ്ക്ക് വേദന നൽകുന്നവർ, സാത്താൻ നൽകുന്ന വേദന, ഇവയുടെയൊക്കെ ആഴങ്ങൾ പാദ്രെ പിയോയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കപ്പെടുകയുണ്ടായി. പഞ്ചക്ഷതം ലഭിച്ച നമ്മുടെ സ്വന്തം നാടിൻ്റെ വിശുദ്ധയാണ് വിശുദ്ധ മറിയം ത്രേസ്യ.
1909 മറിയം ത്രേസ്യയുടെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ പ്രത്യക്ഷപ്പെടുക. പഞ്ചക്ഷതങ്ങൾ ലഭിച്ചതോടൊപ്പം ഒരുപാട് ആത്മീയ കൃപകളും വിശുദ്ധയ്ക്ക് ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ഹൃദയവികാര വിചാരങ്ങൾ വായിക്കുന്നതിനുള്ള കഴിവ്, ഈശോയുടെ ശാരീരികമായ സാന്നിധ്യം പ്രത്യേകമായി അനുഭവിക്കുന്നതിനുള്ള കഴിവ്, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ, ഇവയൊക്കെ വിശുദ്ധയ്ക്ക് ലഭിക്കുകയുണ്ടായി. സ്നേഹമുള്ളവരെ, പഞ്ചക്ഷതധാരിയായ ഓരോ വിശുദ്ധരും നമ്മെ ഓർമ്മിപ്പിക്കുക, നമ്മുടെയും ലോകത്തിൻ്റെയും മാനസാന്തരത്തിനു വേണ്ടി തൻ്റെ ജീവിതത്തെ ബലിയായി പിതാവിന് സമർപ്പിച്ചുകൊണ്ട് നിരന്തരം പിതാവിന് മുന്നിൽ മാധ്യസ്ഥം വഹിക്കുന്ന ഈശോയെയാണ്. നമ്മുടെ കൊച്ചു കൊച്ചു ത്യാഗപ്രവൃത്തികളിലൂടെയും പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും നമ്മുടെയും ലോകത്തിൻ്റെയും മാനസാന്തരത്തിനായി നമുക്ക് ഈശോയോട് നിരന്തരം പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.